ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് പൈനാപ്പിൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, കറിവേപ്പില എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ കുറുകി വരുന്നത് വരെ ഒന്ന് വേവിക്കാം കേട്ടോ. അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ചിരകിയെടുത്തിരിക്കുന്ന തേങ്ങയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് എന്നിവ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഒരു സ്പൂണ് കടുക് കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് വറ്റി വന്നിരിക്കുന്ന പൈനാപ്പിളിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടുള്ള തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് കൂടെ ചേർത്ത ശേഷം നമുക്ക് പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് തിള വരുന്നത് വരെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക് എന്നിവ കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മൂപ്പിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പച്ചടിയുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്ര പണിയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ.